ഈ കഥ നടക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. എവിടെയൊക്കെയോ കിടന്നിരുന്ന ലൈംസ്റ്റോൺ തരികൾ ഒരുമിച്ച് കൂടുകയും വർഷങ്ങളുടെ കൂട്ടുകൂടലിന് ശേഷം അവർ മാർബിളായി രൂപാന്തരപ്പെടുകയും ചെയ്തപ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല 21ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അവരെ കണ്ടെത്തുകയും കുഴിച്ചെടുക്കുകയും വലിയൊരു കൂട്ടമായിരുന്ന അവരെ ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി മാറ്റുകയും ചെയ്യുമെന്ന്. അതിനുശേഷം അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയതും പ്രിയപ്പെട്ടതുമായ മാർബിളാക്കി തീർക്കുമെന്നും അവർ വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു കേട്ടോ. 2024 രാജസ്ഥാൻ മരുഭൂമിയിൽ കിടന്നിരുന്ന ഞങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് കടൽ കടത്തുകയും കേരളത്തിൽ തന്നെ മാർബിളിന് ഏറ്റവും പ്രശസ്തി ആർജിച്ച സ്ഥലമായ മലപ്പുറത്തേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു കേട്ടോ. സത്യത്തിൽ എന്താണ് ഞങ്ങളുടെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കിയത് മലപ്പുറത്തെ ഈ വീട്ടിൽ വിരിച്ച സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിലെ വിശേഷങ്ങൾ കാണാം, അതുപോലെ തന്നെ എൻ്റെ വീട്ടുടമസ്ഥൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ കോലത്തുംകടവ് എന്ന് പറഞ്ഞ സ്ഥലം. കോലത്തുംകടവ്, ഓക്കെ. എൻ്റെ കൂടെ ഉമ്മർക്കുണ്ട്. ഞങ്ങളേ ഇവിടെ ഒരു സാവർ കാറ്റഗറിയിൽപ്പെട്ട മാർബിൾ വിരിച്ച വീട്ടിലാട്ടോ. ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷായി. ബിദ്കരുടെ വീട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടത്? ഞാൻ യൂട്യൂബ് ചാനൽ വഴി ടോസ്കാന എന്ന് പറഞ്ഞ ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. സംഭവം ആദ്യത്തിൽ ഞാൻ ഇത് നമ്മളെ മാർബോണൈറ്റ് എടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാനൽ വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ വാച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ ടോസ്കാന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടാണ് മാർബിളിലോട്ട് എത്തി. നിങ്ങൾ പുറത്താണല്ലേ? ഞാൻ ദുബായിലാണ്. ഓക്കെ. ഉബൈദക്കയും കടയുള്ള നമ്മളെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഉബൈദക്ക നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടില്ലല്ലേ? ഞാൻ ഷോറൂം കണ്ടിട്ടില്ല. ഫാമിലിയാണ് കണ്ടത്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. വാപ്പ വൈഫൊക്കെ പോയി ചെക്ക് ചെയ്തിട്ടാണ്. നിങ്ങള് വർക്കെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ എത്തിയത്? വർക്കെല്ലാം ഫിനിഷ് ആയതിനു ശേഷം. ഓക്കെ. അപ്പോൾ അവർ നേരിട്ട് കാണാത്ത മെറ്റീരിയലാണ് ഇവിടെ വർക്ക് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് അവരെത്തിയത്. അപ്പോൾ ഈ മെറ്റീരിയലേ നിങ്ങളെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ ചാനലൊക്കെ കണ്ടിട്ട്, അതെങ്ങനെയായിരുന്നു? ഇത് ഈ ടൈപ്പിലുള്ള മെറ്റീരിയൽ എടുക്കുന്നുണ്ടായിരുന്നു അതോ? അല്ല, ഞാനോ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ചെക്ക് ചെയ്തപ്പോൾ ചാനലിൽ നല്ല വേറൊരു വീട്ടിൽ വിരിച്ചായിട്ട് കണ്ടു നല്ല രീതിയിൽ. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽപ്പെട്ട മെറ്റീരിയൽ തന്നെയായിരുന്നു ഇത്? സെയിം ആണല്ലേ? ഓക്കെ.
പല ആൾക്കാർക്കും സംശയമുണ്ട് യൂട്യൂബിലൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും കല്ല് പറ്റിക്കപ്പെടുമോ, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആവുമോ, അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ വീട്ടിൽ വിരിച്ചാൽ വരിക, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത്? ഇല്ലേ, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ പക്ഷെ ഒരുപാട് നിങ്ങൾ ആദ്യം തന്നെ ഹോം ടൂർ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു വിശ്വാസമായിരുന്നു. ഹാൻഡ്ലിംഗ് ആണ് ഉഷാറായത്. മീൻസ് നിങ്ങളെ കൈകാര്യങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നു. സർവീസ് ഒക്കെ ഉഷാറ്, ലേബേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ വർക്കിന്റെ കേസ്, വർക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ വർക്ക് വന്നിട്ടുള്ളത്? സൂപ്പർവൈസിംഗ് ആയിരുന്നു. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു മാർബിൾ? 1200 സ്ക്വയർ ഫീറ്റ് താഴേക്ക്, അതായത് 1250 മാർബിളും 50-60 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റും. അങ്ങനെയാണല്ലേ. ഓക്കെ. പിന്നെ കാര്യത്തൊന്നും വന്നിട്ടാണ് വർക്കൊക്കെ ഒന്ന് കാണാന്നുള്ളതിലാണ്. നല്ല പെർഫെക്റ്റ് വർക്കാണുണ്ട്. കാരണം ഈ ടൈപ്പിൽപ്പെട്ട മെറ്റീരിയൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാവർ കാറ്റഗറിപ്പെട്ട മാർബിൾ നമുക്കൊരു സംശയമില്ലാത്ത മെറ്റീരിയലാണിത്. കാരണം എന്റെ വീട്ടിലൊക്കെ വിരിച്ച മാർബിളാണ്. ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു കല്ലാണത്. കാരണം ഒരു മീഡിയം റേഞ്ചിൽ എന്റെ വീട്ടിൽ ഇപ്പൊ 23 വർഷത്തോളായി ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു ഇതുണ്ടാവുമല്ലോ, ആ കല്ലിനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കല്ലാണിത്. അപ്പോൾ ഈ ഒരു കല്ല് ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് നല്ല അഭിപ്രായമുള്ള കല്ലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന കല്ലുകളിൽപ്പെട്ട ഒന്നാണിത്. വർക്കിന് നമുക്ക് 71,500 വന്നിട്ടുള്ളത്. നമ്മള് ഫ്രണ്ട് സ്റ്റെപ്പ് ഒക്കെ അത്യാവശ്യം ഗ്രാൻഡുള്ള സ്റ്റെപ്പാണ്. പിന്നെ ഡബിൾ മോൾഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാനൈറ്റ് ഡബിൾ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ കേസും സ്ക്വയർ മോൾഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കാണുന്ന ഏരിയയിലൊക്കെ നമ്മൾ സ്കാറ്റിംഗ് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോൾഡിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഉണ്ട്. കല്ലില് ലൈറ്റ് കളറാണ്, സാവർ കാറ്റഗറിപ്പെട്ട മെറ്റീരിയൽ. പിന്നെ വർക്കിനെ പറ്റി എങ്ങനെ നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നവരാ അവരെ കോൺടാക്ട് ചെയ്തിരുന്നോ? കറക്റ്റ് ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു. ഉമ്മർക്കനല്ല, ഫസൽക്കാനായിരിക്കും അല്ലേ? രണ്ടാളെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വിഷയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഹാൻഡ്ലിംഗിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? കോൺടാക്ട് ചെയ്യുമ്പോൾ നീറ്റ് വാട്സാപ്പിൽ കാര്യങ്ങളൊക്കെ വർക്കിൽ എന്തെങ്കിലും സമയത്തിന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നോ? അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മൾ അയൽവാസികളൊക്കെ പറഞ്ഞ പെട്ടെന്ന് വർക്ക് തീർന്നുണ്ട്. വിഷയമൊന്നുമില്ല. ഇവിടെ നമ്മള് എനിക്ക് തോന്നുന്നത് കിച്ചൺ ഇല്ലല്ലേ? കിച്ചൺ ഇല്ല. ഫസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഒഴിവാക്കിയിട്ടുള്ള ഏരിയയാണ് ചെയ്തിട്ടുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ്. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താമസിച്ചിരുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? വർക്കൊക്കെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഫാമിലി ഹാപ്പിയാണോ? അവരെ കൂടെ വർക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിണ്ടാവാ അല്ലേ? എല്ലാവരും അപ്പോഴാണ് ആൾക്കാർ അഭിപ്രായം പറഞ്ഞതാണ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമുക്ക് കേട്ടോ നമ്മള് ഈ ഒരുപാട് കല്ലുകൾ കണ്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇമ്പ്രഷൻ ഉണ്ടല്ലോ, ഭയങ്കര അല്ലേ? അല്ല ഉമ്മർക്കന്നെ പറഞ്ഞേ നല്ല റിസൾട്ട്. നമ്മൾ ഒരുപാട് സാവർ കാറ്റഗറിപ്പെട്ട കല്ലല്ല, അതിലൊരു വെറൈറ്റി കല്ലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കല്ല്.